ഷാഫി പറമ്പിലും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താ ആരോപണങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇവരാരൊക്കെ ആയിട്ടാണ് കൂട്ടുകൂടുന്നത്? BJP-യുടെ ഡീലിനെ സംബന്ധിച്ച് കൂർലോസ് തിരുമേനിക്ക് പോലും പ്രസ്താവന ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ കണ്ടു. സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ, സാറ ടീച്ചറെ പോലുള്ള ആളുകൾ, അവരൊക്കെ പറയുന്നത് കേരളം കേൾക്കുന്നുണ്ട്. ഇനി ഒരു തുടർച്ച ഈ ഭരണത്തിന് ഉണ്ടാവുന്നത് നാടിന് നല്ലതല്ല എന്ന ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കുഞ്ഞികൃഷ്ണനെ പോലെ, അതുപോലെ തന്നെ TK ഗോവിന്ദനെ പോലുള്ള ആളുകൾ പുറത്തു വരിക, G സുധാകരനെ പോലുള്ള ആളുകൾ അവരുടെ അപജയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. അതേസമയം LDF-ന്റെ സിറ്റിംഗ് MLA BJP-യിൽ പോയി മത്സരിക്കുക, CC മുകുന്ദൻ, അജിത്ത് BJP-യിൽ പോയി മത്സരിക്കുക. അപ്പോഴൊന്നും മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിക്ക് ചെറ്റത്തരം തുടങ്ങിയ വാക്കുകളൊക്കെ ഡിക്ഷണറിയിൽ UDF ജയിക്കുന്ന സാധ്യതയുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ മാത്രമാണ്. അപ്പം BJP-യുമായി ഡീലുണ്ടാക്കുക, മറ്റു പല സ്ഥലങ്ങളിലും ഇവിടെ കേൾക്കുന്നത് പോലെ ആരോപണം കേൾക്കേണ്ടി വരിക. ഇതിൻ്റെയൊക്കെ ബേസ് ജനങ്ങളുമായി അവരുടെ ഡീല് കട്ടായിരിക്കുന്നു. ആ കണക്ഷൻ ഇപ്പോൾ UDF-നാണ് അവകാശപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരുടെ ദുരാരോപണങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു.